ഒരു സ്വന്തം പെണ്ണിന് ഒരിക്കലും വേറൊരാളോട് താരതമ്യം ചെയ്യരുത്. അതെന്തിലായാലും, ഭക്ഷണമാണെങ്കിൽ പോലും. നബീലിന്റെ പൊരേ പോയപ്പോ എന്റെ ഓളുണ്ടാക്കിയ ഒരു കൂട്ടാനുണ്ട്, എന്നാ പിന്നെ അടുത്ത പണക്കിന് ഓൾ നിങ്ങളോട് അറിയാം, എന്നാ പിന്നെ നബീലിന്റെ പേർക്ക് പോയി കൂടായിനോ. അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ താരതമ്യം ചെയ്യരുത്. നമ്മൾ ഓക്ക് പടച്ചോൻ കൊടുത്തൊരു കൈപുണ്യവും ഭക്ഷണവും ഉണ്ട്, അതിനെ കുറ്റം പറയരുത്. ഉള്ളത് തിന്നുക. ഇഷ്ടപ്പെട്ടില്ലേ റസൂലുള്ള പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകും. അള്ളാഹുവിന്റെ റസൂൽ പതുക്കെ അങ്ങ് എഴുന്നേറ്റ് പോകും. കാരണം ഒരിക്കലും ഒരു പെണ്ണ് തിന്നാതിരിക്കാൻ ഭക്ഷണം ഉണ്ടാക്കൂല. ഞാൻ പറയലുണ്ട്, ഇപ്പൊ ഞാൻ നിങ്ങളോടുകൂടി പറയാ, എനിക്ക് അധികവും എൻ്റെതാണോ എന്നറിയാലേ, എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വീട്ടിൽ നിന്നല്ല വേറെ എവിടെ ചെന്നാലും ചിലപ്പോൾ എനിക്ക് മുടി കിട്ടാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരാൾ നമുക്ക് മുടിയിട്ട് ഭക്ഷണം തരൂലല്ലോ. ഞാൻ ഇപ്പം ഇവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവുക, ആക്കുമ്പോൾ പീനിങ്ങനെ കോരുന്നതിൻ്റെ ഇടക്ക് മുടി ഇങ്ങനെ തൂങ്ങി. അപ്പം ഞാൻ എന്താ ചിന്തിക്കുക, അറിയാണ്ട് വീണതായിരിക്കും. അല്ലാണ്ട് ഒരു ഭാര്യയും ഇന്ന് മൂപ്പർക്ക് ഒരു മുടി കിടക്കട്ടെ എന്ന് കരുതി ഇടൂല. മൊയ്ലിയാരിന്ന് വരുന്നാലേ മൂപ്പർ അധികം തിന്നരുത്, ഒരു മുടി കിടക്കട്ടെ വെക്കൂല. ആ തിരിച്ചറിവാണ് കുടുംബം.